എപ്പോഴെങ്കിലും ഏതെങ്കിലും ആഗ്രഹിച്ച ഒരു നടനെ സ്റ്റണ്ട് ചെയ്യിക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടോ? അതുണ്ട്. ആരാ? അത് മമ്മൂക്ക. അതൊരു ആഗ്രഹമല്ലായിരുന്നു. ലാൽ സാറിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ലാൽ സാറിനായിട്ട് മറ്റേ മലയക്കോട്ട വാലിബം കഴിഞ്ഞിട്ട് എനിക്കൊരു ടോക്ക് ഷോ കിട്ടി. ലാൽ സാറിന് ആ ടോക്ക് ഷോയിൽ, ഏഷ്യാനെറ്റിന്റെ ടോക്ക് ഷോയിൽ വന്നിട്ട് ഞാൻ 2 പ്രാവശ്യം കണ്ടപ്പോ നമ്മളെ ഒരു സ്ഥലത്ത് ഇരുത്തിയാക്കി ഓടി ചെന്നിട്ട് അങ്ങനെ ചെല്ലൊരു മര്യാദയല്ലോ. 2 പ്രാവശ്യം നോക്കി. ഞങ്ങൾക്ക് അടുത്തുനിന്ന് സംസാരിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാൽമങ്ങനെ തൊട്ടിട്ട്, ഞാൻ ഓർക്കുന്നു അങ്ങയുടെ കൂടെ വർക്ക് ചെയ്തത്. എന്ത്? ഞാൻ ഓർക്കുന്നു അങ്ങയുടെ കൂടെ വർക്ക് ചെയ്തത്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇത്രയും വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞ മാതിരിയാണ്. മമ്മൂക്കയുടെ കൂടെ ഒക്കെ ഒരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കരിയറിൽ എഴുതിയൊക്കെ നാളെ മരിച്ചാലും എന്റെ മക്കൾക്കും പറയാനാ. അപ്പൊ മമ്മൂക്കയുടെ കൂടെ ഒരു പടം ചെയ്തെങ്കിലും പറയാം. അതിന് അവസരം കിട്ടിയിട്ടില്ല. കിട്ടി മാമാങ്കത്തിൽ, പക്ഷെ കോമ്പിനേഷൻ അല്ലായിരുന്നു. മാമാങ്കത്തില് എന്റെ കൊറിയോഗ്രാഫാണത്. ഒരു കുട്ടിനെ കൊല്ലാൻ വേണ്ടി വില്ലൻ വരുമ്പോൾ നായിക വന്ന് അവിടെ നിന്ന് രക്ഷിക്കുമ്പോൾ മമ്മൂക്ക അതിന്റെ വൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഔട്ട് പോകുന്നു. ഇതേപോലെ തന്നെ ഈ ഡേറ്റിന്റെ ക്ലാഷ് കാരണം ഇഷ്ടപ്പെട്ട നടനുമായിട്ട് സ്റ്റണ്ട് ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട സിനിമ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഇപ്പൊ മമ്മൂക്കാട് ഒരു പടം, രനി സാറിന്റെ മോന്റെ പടം ബസൂക്ക, 3 പ്രാവശ്യം അത് പല ഷെഡ്യൂളായിട്ട് 3 പ്രാവശ്യം എന്റെ കൺട്രോളർ വിളിച്ചു. ഈ 3 പ്രാവശ്യം എനിക്ക് ഡേറ്റ് ഉണ്ടായില്ല. പക്ഷെ അത് മമ്മൂക്കാനായിട്ടുള്ള കോമ്പിനേഷൻ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. സോ അല്ലെങ്കിലും ആണെങ്കിലും മമ്മൂക്കയുടെ പടം ചെയ്തെന്ന് എനിക്ക് പറഞ്ഞൂടെ, അത് പറ്റിയില്ല. ഇതേപോലെ തന്നെ ഡേറ്റിന്റെ ക്ലാഷ് കാരണം ക്യാൻസൽ ചെയ്തിട്ട് റിലീസ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ഖേദം അല്ല, അങ്ങനെ റിലീസിന് ഇപ്പൊ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഖേദം വരുന്ന പടം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ബിജുമേനോന്റെ ഒരു പടം എനിക്ക് മിസ്സായിട്ടുണ്ട്. അത് ഏത് പടമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിനുശേഷം ബിജുമേനോന്റെ ഒരു പടം എനിക്ക് കഥ ഇന്ന് വരെ അത് ഞാൻ എഴുതി. അത് ആ ഒരു ഖേദം അവിടെ മാറി. ഇപ്പൊ മലയാളത്തിലെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റിന്റെ പടവും ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ നേരത്തേക്കാന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ പടങ്ങളാണ്. കഴിഞ്ഞ വർഷം മുതൽ എല്ലാം വലിയ പടങ്ങളാണ്. ബാഡ് ബോയ്സ് തുടങ്ങിയ എല്ലാ പടങ്ങളും വലിയ കമ്പനി പടങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പടം കുറച്ച് കുറവായിരുന്നു. സോ ഡേറ്റ് ഓഫ് നമ്പർ കൂടുതലാണ്. 7-8 ദിവസം ഓരോ പടത്തിനും പോയി.